ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, പക്ഷേ കുറേ ആളുകൾ അത് തിരഞ്ഞെടുക്കുകയാണല്ലേ. നമുക്ക് ഒരു ജീവനുണ്ട്. ഈ ജീവൻ ആരാണ് നൽകിയത് എന്നും എന്തിനു വേണ്ടിയാണ് നൽകിയതെന്നും അൾട്ടിമേറ്റായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു ചെറിയ കാല ജീവിതത്തിന് പരിസമാപ്തി നമുക്ക് മനോഹരാക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവരൊക്കെ ഇതുപോലെയുള്ള കുഴിയിൽ പോയി ചാടും എന്നുള്ളതാണ്. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരണം നമ്മളെയൊക്കെ വല്ലാതെ അതിശയിപ്പിച്ചില്ലേ. കാരണം അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള, എന്തും പറയാൻ ആർജവമുള്ള ഒരാളെ, തനിക്ക് പറയാനുള്ള സ്പേസും ഇടവും സ്വന്തമായി കണ്ടെത്തിയ ഒരാളെ, തന്നെ കേൾക്കാൻ പാർട്ടിക്കകത്തും പുറത്തൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാളെ. പക്ഷേ തൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തിന് അത് പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്വന്തം മരണം തിരഞ്ഞെടുത്തു അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് നൽകുന്നൊരു മെസ്സേജ് എന്താണ്? നമ്മൾ സാധാരണ ആത്മഹത്യ ചെയ്തവരെക്കുറിച്ച് പറയലേ, വിഷാദരോഗം കുടുങ്ങിയവർ, പറയാൻ ആളില്ലാത്തവർ, കേൾക്കാൻ ആളില്ലാത്തവർ, സമൂഹത്തിലേക്ക് ഇറങ്ങാത്തവർ, അങ്ങനെ കുറേ കാരണങ്ങൾ നിരത്തും. പക്ഷേ ഒതുങ്ങിക്കൂടാത്ത പ്രകൃതമുള്ളവർ പോലും ഈ ഒരു മരണം തിരഞ്ഞെടുക്കുന്നത് എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? പുതുതലമുറ വിഷാദരോഗത്തിലാണ്, മാനസികാരോഗ്യം തീരെ കുറഞ്ഞവരായിട്ട്. അത് നമുക്ക് നൽകുന്ന മെസ്സേജ് ചെറിയ സംഗതിയൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചുള്ള പല കുറിപ്പും കൊണ്ട് അതിൽ ഒന്ന് എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടോ. ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കണം, ഞാനിപ്പോൾ ആത്മീയദാഹം അനുഭവിക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ളതൊന്നും ശാശ്വതമായിട്ടുള്ളൊരു സമാധാനവും നൽകുന്നില്ല. ഈ മരിച്ച അദ്ദേഹം മറ്റൊരാളോട് പറഞ്ഞത് അദ്ദേഹം കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഖുർആനിലൊരു വചനമുണ്ട്, പടച്ചോനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ശാന്തത ഉണ്ടാവുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തണം എന്ന് പറഞ്ഞത്. വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.